ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊന്നാണ് MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും സെൻറ്ററുകളിലേക്കുള്ള PG പ്രോഗ്രാമുകൾക്കുള്ള അപേക്ഷാ സമർപ്പണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയാണ്. MG യൂണിവേഴ്സിറ്റിയിലെ വിവിധ PG പ്രോഗ്രാമുകളിലേക്കും അതുപോലെ തന്നെ MTech MBA പ്രോഗ്രാമുകളിലേക്കും വിവിധ സ്റ്റാറ്റ്യൂട്ടറി ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഇൻ്റർ സ്കൂൾ സെൻറ്ററുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കുള്ളതാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്, ക്യാമ്പസിലേക്കും സെൻറ്ററുകളിലേക്കും ഉള്ളത്. MG യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് എന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബയോകെമിസ്ട്രി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ബയോഫിസിക്സ് ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. എല്ലാത്തിൻ്റെയും ബേസിക് എലിജിബിലിറ്റി പറയുന്ന പോലെ ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് കാണാം. ഇനി കെമിസ്ട്രിയിൽ തന്നെ 3-4 സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി എന്നുള്ള സ്വഭാവത്തിലുള്ള സ്പെഷ്യലൈസേഷൻ കാണാം. അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, MSc ഇൻ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്ക് BA അല്ലെങ്കിൽ BSc സൈക്കോളജി 50% മാർക്കോടുകൂടി പാസ്സാവണം എന്നുള്ളത് നിർബന്ധമാണ്. MSc ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ MSc ഇൻ എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, MSc അപ്ലൈഡ് ജിയോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, MSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, MSc മാത്തമാറ്റിക്സ് ഉണ്ട്, MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. പ്രത്യേകിച്ച് ഇത്തരം മേഖലയിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BCA ഒക്കെ പോലെയുള്ള കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റ് BTech പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ സ്വഭാവത്തിലേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പോകാവുന്നതാണ്. MSc ഫിസിക്സ് വിത്ത് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, MSc കെമിസ്ട്രി വിത്ത് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നു. MSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് പ്രധാനപ്പെട്ട കോഴ്സാണ്. MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡാറ്റാ സയൻസ് ഒക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ BSc ഡിഗ്രി മാത്തമാറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ പോവാം, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സ്പെഷ്യലൈസേഷനുള്ള ആളുകൾക്കും പോവാം. ബോട്ടണി ആൻഡ് പ്ലാന്റ് സയൻസ് ടെക്നോളജി, MSc ഫിസിക്സ് ഇൻ സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി സയൻസ്, MSc കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ഇൻ എനർജി സയൻസ്, MSc മെറ്റീരിയൽ സയൻസ് സ്പെഷ്യലൈസേഷൻ. അപ്പോൾ എനർജി സയൻസ് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ ഇൻഡസ്ട്രി പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ MA പൊളിറ്റിക്സ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻസ്, MA പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, MA പൊളിറ്റിക്സ് പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ്. ഒക്കെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ, പക്ഷേ എല്ലാം പൊളിറ്റിക്കൽ സയൻസ് ഇൻ്റർനാഷണൽ റിലേഷൻസ് പറഞ്ഞിട്ടുള്ള ഇതിലാണ് അത് പ്രധാനമായിട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ വരുന്നത് MA മലയാളമാണ്. MA മലയാളം ഉണ്ട്, MA ഇംഗ്ലീഷ് ഉണ്ട്, MA ഇൻ ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്, MA ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് വരുന്നുണ്ട്, MA എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ MA ഹിസ്റ്ററി, MA ആന്ത്രപ്പോളജി, MA സോഷ്യൽ വർക്ക് ഇൻ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ആക്ഷൻ, MA ജെൻഡർ സ്റ്റഡീസ്, MA കൗൺസിലിംഗ്, MA ലൈഫ് ലോങ് ലേണിംഗ്, MTTA മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LLM മാസ്റ്റർ ഓഫ് ലോ 2-year പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA. അപ്പോൾ MBA പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള CAMAT, CMAT, CAT സ്കോർ ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന പോലെ MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക. MTech പ്രോഗ്രാം, MTech കോഴ്സുകൾ, സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളുണ്ട്, MTech കോഴ്സുകൾ കാണാം. ഇങ്ങനെ 49 കോഴ്സുകളിലേക്ക് അഡ്മിഷനാണ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷാ സമർപ്പണത്തിൻ്റെ വെബ്സൈറ്റ്, അതിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. 15-ാം തീയതി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 30/3 ആണ്. 30th മാർച്ച് 30/3/2024 വരെ അപേക്ഷ സമർപ്പണമുണ്ട്. ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഏപ്രിൽ 20 മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എൻട്രൻസ് എക്സാമിനേഷൻ മെയ് 17 മുതൽ 17-18 തീയതികളിലായിട്ട് നടക്കും. മന്ത് ഓഫ് ജൂണിൽ എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട് വരും. പിന്നീടുള്ള ഇൻ്റർവ്യൂ, മറ്റു സാധനങ്ങൾ, ഓരോരോ കോഴ്സിനനുസരിച്ചുള്ള സംഗതികളൊക്കെ പിന്നീട് അനൗൺസ് ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 1200 രൂപയും, അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് 600 രൂപയും, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് $100 എന്നുള്ള സ്വഭാവത്തിലാണ്. എൻട്രൻസ് ടെസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഈ പറയുന്ന
ഈ ജില്ലകളിലാണ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉള്ളത്. അപ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 3 സെൻറ്ററുകൾ പ്രിഫറൻഷ്യൽ ബേസിൽ കൊടുക്കാവുന്നതാണ്. അത് സെൻറ്ററുകൾ യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. എൻട്രൻസ് ടെസ്റ്റ്, അതിൻ്റെ ഫീസ്, റിസർവേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കേരളത്തിലെ ഒരു മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരമാണ് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന MG യൂണിവേഴ്സിറ്റി കോട്ടയം. MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച് തുടങ്ങാവുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.